മഹാരാജാവിന്റെ കമ്മലാണ് കേട്ടോ, ഇത് സാധാരണ ഗേൾസിന്റെ കമ്മലല്ല. ഇനിയിപ്പം മീശ വെച്ചിട്ട് എങ്ങനെയുണ്ട് കാണാൻ? എപ്പോഴും മാവേലിക്ക് യെല്ലോ മാത്രമേ ഉള്ളൂ, ആ കടയിൽ യെല്ലോ മാത്രമേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ കുഞ്ഞുപ്പാ? നമ്മളിപ്പോ എവിടെ പോവാ? അതല്ലാണ്ട് നാളെ പരിപാടിക്ക് എന്തെന്നാണ് വേറെ സാധനം മേടിക്കണത്? മാവേലിയുടെ ഡ്രസ്സ്. മാവേലിയുടെ ഡ്രസ്സ് ലിസ്പിറ്റിക് അമ്മയുടെ ഉണ്ടല്ലോ. കുഞ്ഞപ്പന്റെ സ്കൂളിൽ നാളെ പ്രോഗ്രാം ആണ്. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കുഞ്ഞപ്പ. ഇന്ന് എന്താ സന്തോഷ വാർത്ത? അപ്പൊ പരീക്ഷ തീർന്നതാണ് അവനെ സംബന്ധിച്ച് സന്തോഷം. നാളെയാണ് കുഞ്ഞപ്പന്റെ സ്കൂളിലെ ഓണപ്പരിപാടി. അപ്പൊ മാവേലിക്ക് ചേർത്തിട്ടുണ്ട് കുഞ്ഞപ്പന. പിന്നെ എന്തിനൊക്കെ ഉണ്ടടാ? ഓണപ്പാട്ട്, പ്രസംഗം. എന്ത് പ്രസംഗിക്കോ? ഞാൻ കുറെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്ത് കാണിക്കുമെന്ന് അറിയാമല്ല. അപ്പൊ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഓണപ്പാട്ടിന്റെയും പ്രസംഗത്തിന്റെയും. ആ സെലക്ഷന്റെ സമയത്ത് ഇവൻ സെലക്ട് ആയി. ടീച്ചർ ഇവൻ എന്തെങ്കിലും പറഞ്ഞാന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറയണ കേട്ട് ഞാൻ ചിരിച്ചിരിച്ച് ചത്ത്. ഞാൻ ഒരു ടീച്ചറെ ക്ഷമിക്കണം, ഞാൻ മര്യാദക്ക് ഒന്നും കൂടി പഠിപ്പിച്ചു കൊടുത്തു. നമ്മള് ഓണത്തിന് രാത്രിയാണ് പായസം വെക്കുന്നത്, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. പ്രസംഗത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞത്. നാളെ അങ്ങനെയൊന്നുമല്ല, നാളെ അടിപൊളിയായിട്ട് പറയുമല്ലേ, കണ്ടറിയാം. അപ്പൊ വന്നിട്ട് രാത്രി ഇരുന്ന് പഠിക്കാൻ കേട്ടാ പ്രസംഗവും ഓണപ്പാട്ടും ഒക്കെ. വേണ്ടെന്നാ. അപ്പൊ ഗൈസ്, മാവേലിയുടെ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാൻ പോവാണ് കേട്ടോ നമ്മള്. അപ്പൊ കുഞ്ഞപ്പനെ ചേർത്തിട്ട് വാടകയ്ക്ക് റെന്റിന് എന്നിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കണം. കഴിഞ്ഞ വർഷം കുഞ്ഞപ്പന് മാവേലിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നാണ്. ഫസ്റ്റ് സെക്കൻഡിന്റെ ഒന്നും അല്ല, ഇവനെ ഒരുക്കിയിട്ട് ആ ഒരു രൂപത്തിൽ കാണാനുള്ള ഇഷ്ടം. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ മാവേലിയും ഈ വർഷത്തെ മാവേലിയും കൂടി ഒരു ഫോട്ടോ കൊളാഷ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വേഗം പോകാം അല്ലേ? ലെറ്റ്സ് ഗോ. നമ്മുടെ അടുത്തെങ്കിലും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പള്ളൂരുത്തി വരെയും പോയിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. കഴിഞ്ഞ വർഷവും സെയിം ഇത് തന്നെ പള്ളൂരുത്തി പോയിട്ടാണ് വാങ്ങിച്ചത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോളെ കണ്ടു. അതുപോലെ കുഞ്ഞപ്പന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു മോളെ അച്ഛനും അമ്മയും കണ്ടു. ആ മോള് മലയാളി മങ്കയുടെ മത്സരത്തിനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കോസ്റ്റ്യൂംസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മാവേലിക്ക് ആവശ്യമായ കോസ്റ്റ്യൂംസ് ഒക്കെ ആ ചേച്ചി തന്നു. 2 കിറ്റിലായിട്ട് ഒരെണ്ണം മാവേലിയുടെ കൊടയും മറ്റേ കിറ്റിൽ മാവേലിയുടെ ആക്സസറീസും എല്ലാം കൂടി വാങ്ങിച്ചു. നമ്മുടെ അടുത്തൊന്നും കടയില്ല, നമ്മൾ ഇവിടം വരെ പള്ളൂരുത്തി വരെ വന്നിട്ടാണ് എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഇപ്രാവശ്യവും കുഞ്ഞപ്പൻ എടുത്തിരിക്കുകയാണ്. ഈ മാവേലിയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാ ഓലക്കൂടൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ്, എല്ലാവർക്കും ഓണക്കോടി എടുക്കാനാണ് കേട്ടോ. അല്ലല്ല, അതിന് മുമ്പ് ഫുഡ് അടിക്കണച്ചേ, വിശന്നിട്ട് വയ്യച്ചേ, എന്തെങ്കിലും മേടിച്ചതായോ, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നേരെ ഓണക്കോടി എടുക്കാൻ പോവാം. ഊണ് കഴിക്കാന്ന് പറഞ്ഞ ഒരു ഊണുള്ള കട നോക്കി കിടന്നിട്ട് ഒരൊറ്റ നല്ല കടയില്ല ഊണുള്ളത്. പിന്നെ ഉള്ളതാണെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇല്ല. അങ്ങനെയാണ് പള്ളൂരുത്തി തന്നെയുള്ള ഈ ഒരു മന്തിക്കട കയറിയത്. ഇവിടെ ആകുമ്പോൾ എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ പിന്നെ മന്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിപൊളി മന്തി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മന്തിയായിരുന്നു. അപ്പോൾ അതേ ചിക്കൻ മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഞാനും കുഞ്ഞപ്പനും ചേട്ടനും കൂടി അത് നല്ല വയറ് നിറച്ച് കഴിച്ചു. എന്നിട്ട് നേരെ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നിട്ട് ഈ ഓലക്കൂടെ സാധനങ്ങളും എല്ലാം വീട്ടിൽ വെച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പം അതേ ഞാൻ അതെല്ലാം വെച്ചിട്ട് കൊറിയറും എടുത്ത് അകത്ത് വെച്ചിട്ട് നേരെ വാതിലടച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ കടയിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്നിട്ട് കുഞ്ഞപ്പന് പറ്റിയൊരു ഷർട്ടും മുണ്ടും ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഈ ഷർട്ടല്ല കേട്ടോ കുഞ്ഞപ്പൻ എടുത്തത്. ഈ ഷർട്ടും അല്ല കുഞ്ഞപ്പന് കറക്റ്റ് പാകം ഏതാണ്, സൈസ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെച്ച് നോക്കിയതാണ് ഓരോന്നും. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ കളർ വരുന്ന കോംബോ ആയിട്ട് എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എടുത്തെടുത്ത് വന്നപ്പോൾ അവസാനം എങ്ങനെ ആയെന്ന് നിങ്ങൾക്ക് ഓണം വല്ല റീൽസിലോ ഷൂട്ടിലോ എന്തെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ കുഞ്ഞപ്പനെ ട്രോളിലൊക്കെ വെച്ച് ഉന്തിക്കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അച്ഛനും അമ്മക്കും ഒക്കെ ഷർട്ടും സാരിയും ഒക്കെ എടുക്കണം. അപ്പം ഞാനാണെങ്കിൽ ഓരോ സാരിയും ഷർട്ടും എല്ലാം എടുത്ത് നോക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ബ്ലൂ കളർ സാരി? ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബ്ലൂവിൽ തന്നെ ഒരുപാട് ബ്ലൂ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ അവിടെയുള്ള എല്ലാ ബ്ലൂ സാരിയും നോക്കായിരുന്നേ. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മുത്തുകൾ, സീക്വൻസ്, ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മുത്ത്, സീക്വൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി കളക്ട് ചെയ്ത് കൂട്ടി വയ്ക്കും. ഗൈസ്, ഈ ഒരു ധാവണി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഈ കളർ ധാവണി, ഓറഞ്ചും ഗ്രീനും. എൻ്റെ പൊന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ചേച്ചിമാരെ എനിക്ക് വെച്ച് സെറ്റ് ചെയ്തൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ളതെല്ലാം എടുത്തു. അച്ചക്ക് എടുത്തില്ല കേട്ടോ അവിടുന്ന്, അച്ചക്ക് വേറെ പിന്നെയാണ് എടുത്തത്. അപ്പം ഞങ്ങൾക്കുള്ളതൊക്കെ അവിടെ നിന്ന് എടുത്തു. അച്ഛനും അമ്മക്കും ഒക്കെ എടുത്തു. പിന്നെ പിള്ളേർക്ക് കസിൻസിനൊക്കെ അവിടെ നിന്ന് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ബേക്കറി കയറി ചുമ്മാ ഒരു മീറ്ററോളല്ല സാൻഡ്വിച്ചും ഒരു ലൈമും കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും സന്ധ്യയായി. അപ്പം നമ്മളിത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണേ. കുഞ്ഞപ്പൻ്റെ മഹാബലിയുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അമ്മ കാണിച്ചു കൊടുക്കാം. നീ ഇത് കാണിച്ചു വേണമെങ്കിൽ. ഇത് മറ്റേ ഇങ്ങനെ രാജാവിന്റെ ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ വെക്കുന്ന ഷോളുണ്ട്.
ഷോള് നോക്കിക്കേ, നല്ല പച്ച കളറും ഗോൾഡൻ കളറും കൂടിയുള്ള ഷോളാണ്. അരപ്പട്ടയാണ്. അവൻ ഇത് എന്താന്ന് പറയാൻ അറിയില്ല. 2 സൈഡിലും വള്ളിയുണ്ട്. ഇങ്ങനെ ഇവിടെ അരയിൽ കെട്ടുന്ന സംഭവം. പിന്നെ കൃഷ്ണന്റെ സാധനം. ഇത് പാന്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സെയിം കോസ്റ്റ്യൂം തന്നെ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എപ്പോഴും മാവേലിക്ക് യെല്ലോ മാത്രമേ ഉള്ളൂ. ആ കടയിൽ യെല്ലോ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരീടം അവിടെ 2-3 ടൈപ്പ് കിരീടം ഉണ്ടായിരുന്നു. ഈ കിരീടം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വള്ളിയാണ് 2 സൈഡിലും. വള്ളി ഇവിടെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കണം. ഈ മാല കഴിഞ്ഞ വർഷവും കുഞ്ഞപ്പന് കിട്ടിയതാണ് കേട്ടാ. നല്ല രസമാണ് ഈ മുത്തുമാല കാണാൻ വേണ്ടി. 4 ലെയറാണ്. 1 2 3 4 ലെയർ മുത്തുമാല. കൈപ്പട്ട അല്ലേ, കയ്യില് ഈ തോളിന്റെ ഈ ഭാഗത്ത് കിട്ടുന്ന സംഭവം 2 എണ്ണം ഉണ്ട്. തോൾപ്പട്ട. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വള ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ 2 വളയുണ്ട്. ഈ വളയുടെ കളറ് മൊത്തം പോയി. ഈ വാടകയ്ക്ക് എടുത്തല്ലേ നമ്മളപ്പോ ഒരുപാട് പേര് കൊണ്ടുപോയി ഇങ്ങനെ ഉപയോഗിച്ച് കളർ പോയതായിരിക്കും. ഇതാണ് മാലയും കളറ് പോയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇട്ട് മൊത്തത്തിൽ ഇടുമ്പോൾ നല്ല എറിച്ച് നിൽക്കും. പക്ഷെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കിയാൽ ഇതിന് കളറ് പോയിരിക്കുക. ഒന്നും ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം ആകെ ഉള്ളത് ഈ മീശയാണ്. മീശ കാണാൻ കൊള്ളാം കേട്ടോ. ഇതാണ് അരപ്പട്ടയല്ലേ ശരിക്കും. മറ്റേതിങ്ങനെ അരയിൽ ഉടുക്കുന്ന ഒരു തുണി, അതിനെന്താ പറയാനല്ലേ, ഇതാണ് ശരിക്കും അരപ്പട്ട. ഇനി മെയിൻ സാധനം കമ്മല്. നോക്കട്ടെ പോലെ കമ്മല്. സുന്ദരി പെണ്ണ്. ഇത് മഹാരാജാവിന്റെ കമ്മലാണ് കേട്ടോ. ഇത് സാധാരണ ഗേൾസിന്റെ കമ്മലല്ല. ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ അകത്തി വെക്കാം. അകത്തിയിട്ട് കാതിൽ ഇങ്ങനെ കടുപ്പിക്കുന്നതാണേ. ഇതേ ഗൈസ്, ഇതാണ് മീശ. കുഞ്ഞപ്പന് വെച്ച് കാണിച്ചു തരാം. അവിടെ ഇരിക്കടാ. രാജാവിന്റെ മീശ. നേരെ നോക്കി, ക്യാമറ നോക്കി. എങ്ങനെയുണ്ട് ഗൈസ്? കുഞ്ഞപ്പൻ മീശ വെച്ചിട്ട് എങ്ങനെയുണ്ട് കാണാൻ? അപ്പൊ നാളെ മാവേലി ആയിട്ട് സ്കൂളിൽ കുഞ്ഞപ്പൻ ഈ മീശ വെച്ചിട്ടാണ് കേട്ടോ ഒരുങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാൻ മറന്നാലും അവൻ മറക്കത്തില്ല. മറ്റേ ഇത് എന്താണ്, ഓലക്കുട അല്ലേ? ഓലക്കുട നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നല്ല അടിപ്പൻ ഓലക്കുടയായിരുന്നു. അതായത് കുറച്ചുകൂടി വലുത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും നല്ലത് ഇത് തന്നെയാണ്. ഇവന് ഹാൻഡിയാണ്. കയ്യിൽ പിടിച്ചോണ്ട് നടക്കാൻ ഇതാ നല്ലത്. ഇത് നമ്മളിങ്ങനെ കുട ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നോക്കട്ടെ. അതെ പിടിച്ചിടാ. മാവേലി അങ്ങനെയല്ല പിടിക്കണേ, ഇങ്ങനെയാണെന്ന്. അടി. അപ്പൊ ഗൈസ്, നാളെ കറക്റ്റ് 9 മണിക്ക് സ്കൂളിൽ എത്താനാ പറഞ്ഞേക്കണത്. ഇനി ഇതെല്ലാം ഇട്ട് ഇവനെ ഒരുക്കി. മേക്കപ്പ് അധികം മാവേലിക്ക് വേണ്ടല്ലേ, സിമ്പിൾ മേക്കപ്പ്. അവന് പൊട്ട് വേണം, ലിപ്സ്റ്റിക് വേണം, അതൊക്കെ ഞാൻ ഇട്ട് തരാം. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതിൽ കുഞ്ഞപ്പൻ മാവേലിയുടെ രാജാവിന്റെ ഒരു വേഷത്തിലായിരിക്കും അല്ലേ പൊന്നെ. പറയുന്നതാണോ പൊന്നെ കേട്ടാ. സ്നേഹം കൊണ്ട് പിച്ചതല്ലേടാ. വീണല്ലേ. നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ റോസ് പൗഡർ ഇട്ട പോലെ നല്ല ചുമന്ന് തുടുത്തിരിക്കണെന്ന്. എല്ലാരും ഓർക്കും മേക്കപ്പ് ഇട്ടതാണെന്ന്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ആ കടയിൽ ഓടല്ലേടാന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും മടുത്ത് പറഞ്ഞു. ഓടി തെന്നി അടിച്ചും തല്ലി വീണു. ശരിതാക്കിക്കേ. അതുകൊണ്ട് വേദന എടുക്കണം ഇവിടെ തൊട്ടിട്ട്. അപ്പൊ അതിനുള്ള